ഇറാന് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയും മിഡിൽ ഈസ്റ്റ് യുദ്ധം രൂക്ഷമാവുകയും ചെയ്തതോടെ മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന 100-ലധികം കപ്പലുകൾ വിഴിഞ്ഞ് നങ്കൂരമിടാന് അനുമതി തേടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട 8 ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകളാണിവ. ഇവയിൽ ഭൂരിഭാഗവും മദർഷിപ്പുകളാണ്. യുദ്ധം കാരണം ദുബായ് തുറമുഖത്ത് ഡോക്ക് ചെയ്യാൻ കഴിയില്ല. സംഘർഷം തുടർന്നാൽ ഡോക്ക് ചെയ്യാനുള്ള അനുമതിക്കായി കാത്തിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം വർദ്ധിക്കും. അന്താരാഷ്ട്ര ഷിപ്പിംഗ് ചാനലിൽ നിന്ന് വിഴിഞ്ഞം 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. വലിയ മദർഷിപ്പുകൾക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ കഴിയും. ആഴ്ചകളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ നങ്കൂരമിടാനും ചരക്ക് ഇറക്കാനും അനുമതി തേടുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാന് ഉപരോധിച്ചതോടെ രാജ്യാന്തര കപ്പൽ കമ്പനികൾക്കിടയിൽ മൂല്യമേറിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. പശ്ചിമേഷ്യയിലേക്കുള്ള കടൽ വഴിയുള്ള ചരക്ക് നീക്കം ഏതാണ്ട് നിശ്ചലമായതോടെ നടുക്കടലിൽ പെട്ടുപോയ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് അഭയത്തിനായി കാത്തിരിക്കുകയാണ്. ബെർത്തിങ്ങിനും കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനുമായി 100-ലധികം കപ്പലുകളാണ് അനുമതി തേടിയിരിക്കുന്നത്. ക്ഷമിക്കണം, ഒഴിവില്ല എന്നാണ് തുറമുഖം അധികൃതരുടെ മറുപടി. കൂരന് മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാനുള്ള സ്വാഭാവിക ആഴമുള്ള രാജ്യത്തെ ഒരേയൊരു തുറമുഖം. രാജ്യാന്തര കപ്പല് ചാലിന്റെ 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള തുറമുഖം. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ രാജ്യാന്തര കപ്പല് ഗതാഗത ഭൂപടത്തില് വിഴിഞ്ഞത്തിന്റെ നിർണായക സ്ഥാനം അടയാളപ്പെടുത്തുന്നതാണ് പശ്ചിമേഷ്യൻ സംഘർഷം. യുദ്ധം തുടങ്ങിയ ശേഷം പശ്ചിമേഷ്യയിലേക്കുള്ള കപ്പല് ഗതാഗതം ഏതാണ്ട് നിലച്ച മട്ടാണ്. ദുബായ് ഉൾപ്പെടെ സുപ്രധാന തുറമുഖങ്ങളിലേക്ക് പുറപ്പെട്ട കപ്പലുകൾ നടുക്കടലിൽ പെട്ടുകിടക്കുകയാണ്. ഈ കപ്പലുകളാണ് വിഴിഞ്ഞത് അഭയം തേടുന്നത്. വിഴിഞ്ഞ് ബെർത്ത് ചെയ്യണം, പ്രതിസന്ധി അവസാനിക്കും വരെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ അനുവദിക്കണം. ഇതാണ് ആവശ്യം. ലോകത്തെ 8 പ്രധാന കമ്പനികളുടെ 100-ലധികം കപ്പലുകളാണ് അനുമതി തേടിയത്. പക്ഷേ അപേക്ഷകൾ അനുവദിക്കാൻ നിർവാഹമില്ലെന്നാണ് വിഴിഞ്ഞം തുറമുഖ അധികൃതരുടെ മറുപടി. ഒരേ സമയം 2 മദർഷിപ്പുകൾ അല്ലെങ്കിൽ 4 ഫീഡർ ഷിപ്പുകൾക്ക് ബെർത്ത് ചെയ്യാനുള്ള ശേഷിയാണ് നിലവിലെ തുറമുഖത്തിനുള്ളത്.